ശ്രീ സുഭാഷ് ബാബു കൂടി ചേരുകയാണ്. ശ്രീ സുഭാഷ് ബാബു, ഇതിപ്പോൾ ഒരു അസ്ഥികൂടവും ഒരു തലയോട്ടിയും കണ്ടെടുത്തു എന്ന് പറയുമ്പോൾ ആ അന്വേഷണത്തിന്റെ തുടക്കഘട്ടം, അതുമാത്രമല്ല ഈ ദൃക്സാക്ഷി പറഞ്ഞത് സത്യമാണ് എന്നതിനുള്ള ആദ്യ തെളിവ് എന്ന രീതിയിൽ ഇതിനെ പറയാമല്ലോ. പക്ഷേ ഇനിയും കടമ്പകൾ ഒട്ടേറെയുണ്ടല്ലോ. ഫോറൻസിക് പരിശോധന, അത് മാത്രമല്ല ഇനിയിപ്പോൾ മനുഷ്യന്റെ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചാൽ തന്നെ അത് ആരുടെ എന്ന കാര്യത്തിൽ അടുത്ത സംശയം വരികയാണല്ലോ. FIR-കൾ വളരെ കുറച്ച് മാത്രമേ അവിടെയുള്ളൂ. അപ്പോൾ കാണാതായവർ ആരൊക്കെ എന്നുള്ള കാര്യത്തിൽ പോലും ഇപ്പോഴും കൃത്യമായ കണക്കില്ല. അപ്പോൾ ഇതെങ്ങനെ DNA പരിശോധന നടത്തും? ഇങ്ങനെയുള്ള ഒട്ടേറെ കടമ്പകൾ ഇനി ബാക്കി കിടക്കുകയാണല്ലോ. പക്ഷേ ഒരു കാര്യം സത്യമാണെന്ന് തെളിയുന്നു, ഈ ദൃക്സാക്ഷി പറഞ്ഞ കാര്യം, ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞ കാര്യം സത്യമാണ്. തീർച്ചയായിട്ടും. കാരണം അത് വളരെ വർഷങ്ങൾക്ക് ശേഷം ഒരാൾ വന്നിട്ട് ഞാൻ ഇന്ന മാതിരി ചെയ്തിട്ടുണ്ട്, ഞാൻ എന്നെ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഭയന്നിട്ട് ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് പറയുന്ന അവസരത്തിൽ അസത്യമാണെന്ന് സാധാരണ ഒരു സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരിക്കലും തോന്നാൻ സാധ്യതയില്ല. എനിക്ക് തോന്നിയിട്ടില്ല. ഇത് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭയചകിതനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹം പറയുന്ന സ്ഥലത്ത് ഏത് രീതിയിലുള്ള, അതായത് അദ്ദേഹം മറവ് ചെയ്യുന്ന അവസരം ആ ശവശരീരത്തിന്റെ രീതി എന്താണ്, എത്ര പ്രായമുണ്ട്, അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രം, അങ്ങനെയുള്ള പ്രത്യേക കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുകയാണെങ്കിൽ, ആ സ്പോട്ട് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ആ ഐഡന്റിറ്റി വെച്ച്, അതായത് പുരുഷനാണെങ്കിൽ ഷർട്ട് ഇന്നതാണ്, ഇന്ന മാതിരി ഷർട്ട് ധരിച്ചിട്ടാണ്, ഇത്ര വലിപ്പം ഉണ്ടായിരുന്ന ആളാണ് ഏകദേശം, അതായത് മീശ ഉണ്ടായിരുന്നോ മറ്റേതെങ്കിലും അടയാളങ്ങൾ എന്തെങ്കിലും അദ്ദേഹത്തിന് ഓർമ്മയുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ എന്താണെന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ കയ്യിലെ ഏതെങ്കിലും ആഭരണമോ മോതിരമോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അങ്ങനെയല്ലോ അല്ലെങ്കിൽ ആ തെളിവുകൾ പറയുകയാണെങ്കിൽ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ റിപ്പോർട്ട് ചെയ്യാത്ത ആളുകൾക്കും ഈ വാർത്ത കണ്ടതിന് ശേഷം ിലൂടെ തങ്ങളുടെ ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ കാണാതെ പോയ ആളായിരിക്കാം ഇതെന്നുള്ള രീതിയിൽ സംശയവും പറയാൻ സാധിക്കും. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയുടെ ബന്ധുക്കളുടെ DNA പരിശോധിച്ച് ഈ DNA ആയിട്ട് താരതമ്യം ചെയ്ത് ആ താരതമ്യത്തിലൂടെ ആളെ തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് മാത്രമേ ഇതിനകത്തൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള രീതിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതൊരു അസ്വാഭാവിക മരണത്തിന്റെ രീതിയിൽ അതിന്റെ ശവശരീരം രഹസ്യമായി മറവ് ചെയ്ത് കണ്ടെടുക്കുകയും ആ കണ്ടെടുക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അത് ആരുടേതാണ് എന്നുള്ളത് സ്ഥാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് സ്ഥാപിച്ചതിന് ശേഷം അദ്ദേഹം ഏത് സാഹചര്യത്തിൽ, ആ ദുരൂഹ സാഹചര്യങ്ങൾ എന്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അപകടപ്പെടുത്താനുള്ള സാധ്യത എന്താണ്, വ്യക്തികൾ ആരാണ് എന്നുള്ള രീതിയിൽ ഇപ്പം ഈ വെളിപ്പെടുത്തിയ ശുചീകരണ തൊഴിലാളി തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിനെ ആരൊക്കെയാണ് ഏൽപ്പിച്ചത്, അദ്ദേഹത്തെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ അറിയാമെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ അവരുമായിട്ട് ഈ വ്യക്തികൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ, സ്ത്രീകളുടെ ശരീരമാണെങ്കിൽ ഇപ്പം കിട്ടിയ ശവശരീരത്തിൽ നിന്ന് ആ സ്കെലിറ്റനിൽ നിന്ന് ഫോറൻസിക് വിദഗ്ധർ അവിടെ ഉണ്ട്. അവർക്ക് അത് ആണിന്റെ പെണ്ണിന്റെ ഒന്ന് പെട്ടെന്ന് പ്രഥമ ദൃഷ്ടിയെ പറയാൻ പറ്റും. പക്ഷെ എന്നാലും അതിന്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ അതിനൊരു പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഒരു സ്കെലിറ്റൻ കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് ഒരുപാട് ദുരൂഹത ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത് സത്യമാണ് എന്ന് തെളിയിക്കപ്പെടുകയും ഇനിയും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ മാർക്ക് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ അദ്ദേഹം കാണിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥലമൊക്കെ മാർക്ക് ചെയ്ത് അവിടെയൊക്കെ പരിശോധിച്ച് കൃത്യമായ രീതിയിൽ ഇതേമാതിരി ഇനിയും ശരീരാവശ്യങ്ങൾ കിട്ടുകയാണെങ്കിൽ ആ കിട്ടിയതിന്റെ പശ്ചാത്തലത്തിൽ ഈ അവിടെ നിന്ന് ഇപ്പം സ്ത്രീകളുടെ ആണെങ്കിൽ അവിടുന്ന് ഇപ്പം 3ഓളം സ്ത്രീകളെ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയതായിട്ട് പറയുന്നുണ്ട്. പ്രായമൊക്കെ അതിനകത്തുനിന്ന് ആ എല്ലിന്റെ പരിശോധനയിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പരിശോധിച്ചതിന് ശേഷം ഏതെങ്കിലും രീതിയിലുള്ള അവരുടെ അടയാളങ്ങൾ അല്ലെങ്കിൽ ഐഡന്റിറ്റി തെളിയാൻ പറ്റുന്ന ഏതെങ്കിലും വസ്തുക്കൾ ഈ സംസ്കരിച്ച സ്ഥലത്ത് നിന്ന് കിട്ടുകയാണെങ്കിൽ അവരിലൂടെ ഇത് മനസ്സിലാക്കുകയും അവരുടെ ബന്ധുക്കളെ നിന്ന്, അല്ലെങ്കിൽ ഇതേമാതിരി സ്ത്രീകൾ ആരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സ്ത്രീകളാണെങ്കിൽ അവരുടെയൊക്കെ DNA എടുത്ത് പരിശോധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മരണപ്പെട്ട ആളുകളെ ആരെങ്കിലും ഒക്കെ തിരിച്ചറിയാൻ പോലീസിന് സാധിക്കും. പക്ഷെ പോലീസിനെ സംബന്ധിച്ചുള്ള ഇത് വളരെ ബുദ്ധിമുട്ട് ശ്രമകരമാണ്. അത് ഫോറൻസിക് വിദഗ്ധരെ സംബന്ധിച്ചുള്ള അത് തന്നെയാണ്. സയന്റിഫിക് എക്സ്പെർട്ടിന്റെ സഹായം വളരെ കൂടുതൽ അവർ സ്വീകരിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇത് ശാസ്ത്രീയ പരിശോധന വളരെ ദുഷ്കരമായിരിക്കും. അതിന് വളരെ കൂടുതൽ ഒരു ടീമും അതിന് പ്രത്യേകമായ സൗകര്യങ്ങൾ ഇതിനു വേണ്ടി മാത്രമായിട്ട് മാറ്റപ്പെട്ടാൽ മാത്രമേ പെട്ടെന്ന് ഇതിന് റിസൾട്ട് കിട്ടൂ. ശരി, എന്തായാലും കാത്തിരിക്കേണ്ടി വരും ഒരുപാട്. ഇപ്പോൾ ശ്രീ ജയന്ത്, ആക്ഷൻ